ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ആ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ജനിച്ചാ നമ്മൾ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ എന്തു പറഞ്ഞാലും അവരെന്നെ ശത്രുവായിട്ട് മാത്രമേ കാണൂ. അർച്ചനയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് അതിനേക്കാളും വിഷമം. ഇതുപോലൊരു കുഞ്ഞ് അവക്ക് വന്ന് ജനിച്ചല്ലോ അച്ഛാ. എന്റെ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട. എല്ലാറ്റിനോടും പൊരുത്തപ്പെടാൻ അച്ഛനിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഈ ലോക്കപ്പിലല്ല, നാളെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. മാനേജറുടെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചാലും മറ്റെന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ആത്യന്തികമായി ആ 4 പേരുടെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അച്ഛനെ കൊണ്ടാവില്ല. മോളോട് അച്ഛനൊന്നു മാത്രമേ പറയാനുള്ളൂ. നന്ദന്റെ കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. അച്ഛന് മോളെ വിശ്വാസ. എന്നാലും പറയാ, പഴയ നന്ദനാക്കി മോൾ അവനെ എനിക്ക് തിരിച്ചു തരണം. അച്ഛനൊട്ടും വിഷമിക്കണ്ട. പഴയതിലും മിടുക്കനാക്കി നന്ദേട്ടനെ ഞാൻ അച്ഛന് തിരിച്ചു തരും. എന്നാ പിന്നെ നമുക്കിറങ്ങാം. എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും അച്ഛനെ ഞാൻ ഇവിടെ നിന്ന് പുറത്തിറക്കിയിരിക്കും. പോട്ടെ അച്ഛാ. ജാമ്യം കിട്ടാൻ ഒരു വഴിയില്ലേ സർ? എത്ര പണം മുടക്കേണ്ടി വന്നാലും അച്ഛന് ജാമ്യം കിട്ടിയേ പറ്റൂ. പോലീസ് സ്റ്റേഷനിലെയും ജയിലിലെയും ഒന്നും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അച്ഛന് പറ്റില്ല. നമ്മൾ കരുതുന്ന പോലെ ഇത് അത്ര നിസ്സാരമല്ല. 3 പേർ തീ പിടിച്ച് മരിച്ച കേസാണ്. 10-15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പിന്നെ ഈ കേസ് മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു. അത്ര പെട്ടെന്നൊന്നും ബെയില് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈസൻസ് പോലും പുതുക്കിയിട്ടില്ല. അതും ക്രിമിനൽ ഒഫൻസാ. സർ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റാ. യെസ്, ആകെ ഒരു സാധ്യത അത് മാത്രമാ. അപ്പോ ജാമ്യം കിട്ടുമോ സർ? ജാമ്യം കിട്ടാൻ ഉടനെ സാധ്യതയില്ല. കാർഡിയക് പേഷ്യന്റ് ആണെന്നുള്ള വാദത്തിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ കോടതി അനുവദിച്ചേക്കും. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ അച്ഛനെ പോയി കാണാം. ഇതറിയുമ്പോ അച്ഛന് കുറച്ചെങ്കിലും ആശ്വാസമാവും. ജാമ്യം നൽകണോ റിമാൻഡ് ചെയ്യണോ എന്നുള്ളത് അത് കോടതിയുടെ വിവേചന അധികാരമാണ്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള പരിഗണനയിൽ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡിലേക്ക് മാറ്റാൻ കഴിയും. എത്രയും പെട്ടെന്ന് അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം എനിക്ക് അയക്കണം. അതെല്ലാം ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം. എത്രയും വേഗം വേണം. ഒരു ദിവസം പോലും അച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ കിടത്താൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമുക്ക് അച്ഛനെ പോയി കാണണം. ശരി, എന്നാ നമുക്ക് പോവാം.